സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ഒരു അന്വേഷണത്തിൽ ഇൻവെസ്റ്റിഗേഷനിലൊരു നല്ലൊരു പുരോഗതി ഉണ്ടായത് എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ. കാരണം അദ്ദേഹം തന്നെയാണല്ലോ ആഭ്യന്തര മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി എന്നുള്ളത് ഞാൻ സ്പഷ്ടമായിട്ട് വിശ്വസിക്കുന്നു. ഞാനിന്ന് കാണുകയാണ് ആ ഇമ്പാക്റ്റ്. അന്വേഷണ സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ നിയമപരമായ കാര്യങ്ങൾ എപ്പോഴും നമ്മളൊരു ഉപദേശം എടുത്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോയറുണ്ട് ശ്രീമതി ആശ. അപ്പോൾ ആശ കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നല്ലൊരു ലോയറുണ്ട്, നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഒരു കേസ് നല്ലൊരു കേസായി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുടനീളം ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് വളരെയധികം ആൾക്കാർ എന്നെ സപ്പോർട്ട് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കള്ളത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ ഒരു വിധി പലർക്കും ഒരു നല്ല കണ്ണ് തുറപ്പിക്കാവുന്ന ഒരു വിധിയാണ്. ദിയയുടെ ഒരു നിർണായക സമയമാണ്, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ദിയ ഇതറിഞ്ഞോ? എന്താണ് ദിയയുടെ പ്രതികരണം? സംസാരിച്ചോ? സ്വാഭാവികമായിട്ട് ആദ്യം അറിയുന്നത് അവളും ഞാനുമൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. നമുക്കതൊരു മാനസികമായി വളരെയധികം റിലീഫാണ് നമുക്ക് കിട്ടുന്നത്. കാരണം വെച്ചാൽ ഒന്നേ ജാമ്യം, രണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞ് അപമാനിക്കാനാവുന്ന രീതികൾ മുഴുവൻ നോക്കി അതിൽ നിന്ന് നമ്മളെ എന്താണ് ശുദ്ധികലശം നടത്തി വെളിയിൽ കൊണ്ടിരുന്ന പോലത്തെ ഒരു വിധിയായിരുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷവും ആശ്വാസവും ഒപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച മീൻസ് നമ്മളെ സഹായിച്ച എല്ലാ മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മളറിയാതെ തന്നെ ധാരാളം പേര് എവിടെയൊക്കെയോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു എഫക്റ്റ് ഉണ്ട്. അദൃശ്യം നമ്മൾ പറയും, പക്ഷേ വളരെ ശക്തമായ ഇതുണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഒരു വിധിയെ അനുകൂലിക്കുന്ന രീതിയിലൊരു ദൈവിക ശക്തി അതിനകത്ത് വന്നിട്ടുണ്ട്. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.